ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് മന്തി റൈസ് ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് പട്ട, കരയാമ്പ്, ഏലക്കായ, ബേ ലീവ്സും, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ക്യാപ്സിക്കം, തക്കാളി, പച്ചമുളക്, സവാള, പിന്നെ ചെറിയ ജീരകം, വലിയ ജീരകം, മാഗി ക്യൂബ്, ഉണക്കനാരങ്ങ, പച്ചമല്ലി, ഇതൊക്കെയാണ് കേട്ടോ വേണ്ടത്. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ മന്തിയുടെ റൈസ് ഉണ്ടാക്കുന്നത്, അപ്പോൾ ആ ഒരു പാത്രത്തിലേക്ക് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഈ മാറ്റി വെച്ച ഇൻഗ്രീഡിയൻസ് ഓരോന്നാക്കി ഇട്ടിട്ട് നല്ലോണം ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇത് മൂത്ത് വരുന്ന സമയത്ത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിൽ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഒഴിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എത്ര കപ്പ് അരിയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം കൂട്ടാം കേട്ടോ. 2 മണിക്കൂർ അരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് ഊറ്റി അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് അത് എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം നമ്മൾ അരിയിലൊന്നും പാടില്ല, അതുകൊണ്ടാണ് കേട്ടോ അരമണിക്കൂർ വീണ്ടും വെച്ചത്. റൈസ് കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് റൈസ് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ കുക്കറിലോ അടുപ്പത്തോ ഒന്നും അല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഉപ്പ് പാകത്തിന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത് വെള്ളം ഒഴിച്ചിട്ട് ഇനി ഈ ഒരു വെള്ളം തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതിലേക്ക് ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇത് ചിക്കനെ സെപ്പറേറ്റ് ആട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ദമ്മിട്ടിട്ടോ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഉപ്പ് പാകത്തിനൊക്കെ ഇട്ട് അത് ക്ലിയർ ചെയ്തതിന് ശേഷം അടച്ചു വെക്കുക കേട്ടോ. ചിക്കൻ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ റെസിപ്പി നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ വീഡിയോസിന് കുറച്ച് ലോങ് ആയിപ്പോവും, അതുകൊണ്ടാണ് കേട്ടോ. അത് നമ്മൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് അരി ഇട്ട് കൊടുക്കുക കേട്ടോ. കുഴിമന്തിയുടെ ആ ഒരു നീളമുള്ള ആ ഒരു അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അരിയിലൊരു തുള്ളി വെള്ളം പോലും പാടില്ല കേട്ടോ. പിന്നെ അരി കഴുകുന്നതിന് മുന്നേ ആയിരിക്കണം 1 കപ്പ് അളവിൽ 1.5 കപ്പ് വെള്ളം ഒഴിക്കേണ്ടത് കേട്ടോ. മുഴുവൻ അരി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും അതൊന്ന് മിക്സ് ചെയ്തിട്ട് അത് വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് വെക്കാം കേട്ടോ. ഇതിലിപ്പോൾ 1 കിലോ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളപ്പോൾ ഇടുന്നതിനനുസരിച്ചിട്ട് അത് അങ്ങനെ അതിൻ്റെ വെള്ളവും അതേമാതിരി ഈ സ്പൈസസും മസാലയൊക്കെ കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. അടുപ്പിലുണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ റൈസ് കുക്കറിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തെങ്കിലും ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കടയിലും അങ്ങനെ പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ആ ഒരു മണം ടേസ്റ്റൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ആയിരുന്നു. ഇത് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഇനി ഇടക്കിട്ട് നമ്മൾ അതിൻ്റെ ഒരു മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇടക്കിട്ട് അങ്ങനെ ചെയ്തോളുണ്ട്. ഇവിടെ ബിരിയാണിയാണ് ഉണ്ടാക്കാറ്, പക്ഷെ മന്തി റൈസ് അതൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ആയിരുന്നു. ഇതും അതേമാതിരി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമുമാണ്. പിന്നെ അങ്ങനെ ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു മണവും ഇതൊക്കെ വെന്ത് വന്നപ്പോൾ ആ ഒരു മണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഉപ്പിൻ്റെ കാര്യം പിന്നെ നമ്മളത് ഇടക്കിട്ട് ഉപ്പൊന്ന് നോക്കുക. അത് കറക്റ്റ് പാകത്തിനൊക്കെ പിന്നീട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യുക, വീണ്ടും അടച്ച് വെക്കുക കേട്ടോ. സ്മോക്ക് ചെയ്യാന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരട്ട കത്തിച്ച കനലാണ് കേട്ടോ ഈ സ്മോക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യൽ. അതൊരു ചെറിയൊരു പാത്രത്തിലിട്ടിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടാണ് നമ്മൾ സ്മോക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല മണം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഈ സ്മോക്ക് ചെയ്തതുകൊണ്ടും പിന്നെ അതിൻ്റെ ഒരു മണമൊക്കെ. ഇപ്പം ഇങ്ങനെ മന്തി ഉണ്ടാക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ഇനി പുറത്തുനിന്ന് മേടിക്കാൻ കുറേ ക്യാഷ് ആവുന്ന എഴുതിയിട്ട് മന്തി ഉണ്ടാക്കാൻ അറിയാണ്ട് ഇങ്ങനെ കുത്തിരിക്കൊന്നും വേണ്ട. നമ്മൾ അതിൻ്റെ റൈസ് മേടിച്ചിട്ട് അത് ഭയങ്കര ടേസ്റ്റുമാണ്. പിന്നെ നല്ലതും ആണ് കേട്ടോ. നമ്മൾ ഇടയ്ക്കിട്ടൊക്കെ ഇനി മന്തി കടയിൽ നിന്ന് മേടിച്ചിട്ട് വെറുതെ അതൊന്നും ഇതാക്കാൻ നിൽക്കണ്ട. ഇനി സ്മോക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ റൈസ് കുക്കറിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. വീണ്ടും ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് കളേഴ്സൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മണൽപ്പൊടി കലക്കിയ വെള്ളം, പിന്നെ മറ്റേത് കളറാണ്. അത് അത്രയ്ക്ക് നല്ലതൊന്നുമല്ല. ഇതിപ്പോൾ ഭംഗിക്ക് വേണ്ടി ചെയ്തു തന്നെ ഉള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ചെയ്യുമൊന്നുമില്ല കേട്ടോ. പിന്നെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്ന ടൈമിൽ ഇതേമാതിരി വലിയൊരു പ്ലേറ്റിൽ ആണ് കേട്ടോ വിളമ്പ. എല്ലാവരും ഇങ്ങനെ തന്നെയാണ് കേട്ടോ കഴിക്കാറ്. അപ്പോൾ അത് ഒരു ഗുഡ് മൊമെൻ്റ് ആയിരിക്കും. അങ്ങനെ ഇത് ചുറ്റും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നടുവിൽ ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിലേക്കാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ അതിലേക്ക് വെച്ച് കൊടുക്കുന്നതും പിന്നെ മയോണീസൊക്കെ വെക്കുന്നതൊക്കെ. പിന്നെ നിങ്ങൾ കാണുന്നവരെല്ലാവരും ലൈക്ക് അടിക്കുക. നിങ്ങൾ കാണുന്നവർ ലൈക്ക് അടിക്കാതെ പോവാതിരിക്കുക. ലൈക്ക് അടിച്ചിട്ട് പോവുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചോളിയും. ഇനി നിങ്ങൾക്ക് വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം.
ചിക്കൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ്റെ വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ ചുറ്റും മയോണൈസാണ് ഈ വെച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ അധികം ഓയിലില്ലാണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മയോണൈസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ റെസിപ്പി നിങ്ങൾ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി കേട്ടോ. എഗ്ഗ് ബോയിൽ ചെയ്തതും പിന്നെ പൊട്ടറ്റോ ഓയിൽ ചെയ്തതാണ് കേട്ടോ വെച്ചിട്ടുണ്ടാക്കിയ മയോണൈസാണ്. നിങ്ങൾക്കിനി അതിൻ്റെ റെസിപ്പിന് ടോട്ടലായിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ലതുമാണ് കേട്ടോ. ഹെൽത്തി ആയിട്ട് ഉള്ള മയോണൈസാണ്, അല്ലാണ്ട് കടയിൽ നിന്ന് മേടിക്കുന്ന പോലത്തുള്ള മയോണൈസൊന്നുമല്ല. ഭയങ്കര ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ വീഡിയോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.